മാർ ജോർജ് കൂവക്കാടിനെ കർദിനാളായി വാഴിക്കുന്ന ചടങ്ങ് നടക്കാനിരിക്കെ സന്തോഷത്തിലാണ് വീട്ടുകാർ. മാർ ജോർജ് കൂവക്കാടിന്റെ വീട്ടിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നിറഞ്ഞ നിമിഷം, അഭിമാന നിമിഷമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ, സജോ? അർജിത്ത്, മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലാണ്. ഇവിടെ മറ്റു കുടുംബാംഗങ്ങൾ, ബന്ധുക്കളൊക്കെ യഥാർത്ഥത്തിൽ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി വത്തിക്കാനിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം മറ്റ് കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഇടവകപ്പള്ളിയായ മാമൂട് ലൂർദ് മാതാ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടക്കുന്നുണ്ട്. വലിയ സന്തോഷം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുണ്ട്. കാരണം അപ്രതീക്ഷിതമായാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം കുടുംബാംഗങ്ങളും ചങ്ങനാശ്ശേരി ഇടവക സമൂഹവും ഒക്കെ കേൾക്കുന്നത്. കാരണം അദ്ദേഹം വൈദിക പദവിയിലായിരുന്നു, മോൺസിഞ്ഞോർ പദവി ആണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വത്തിക്കാനിൽ തന്നെ സേവനം ചെയ്യുകയായിരുന്നു. അതിനിടെയാണ് കർദിനാൾ പദവിയിലേക്ക്, അങ്ങനെ ഒരു അത്യുന്നത പദവി തന്നെയാണ്, അതിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുന്നു എന്നുള്ള വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ വലിയ സന്തോഷമുണ്ട്. ഇവിടെ മറ്റാളുകളും ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നാടിനെ സംബന്ധിച്ചിടത്തോളം, വീടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു പദവി. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് മാടപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഈ മാമൂട് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് പരിശുദ്ധ പിതാവ്. ഞങ്ങൾക്ക് അത്ര വലിയൊരു അംഗീകാരമാണ് ഈ നാടിന് നൽകിയത്. ഞങ്ങളുടെ നാട് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. ഞങ്ങളെല്ലാം വളരെ കൊച്ചുനാൾ മുതലേ പിതാവിനെ വളരെ അടുത്തറിയുന്ന ആളുകളാണ്. ഞങ്ങളെല്ലാം അയൽവക്കക്കാരുമായിരുന്നു. അപ്പോൾ അത്രയധികം സ്നേഹത്തോടെയും പിതാവ് എപ്പം വന്നാലും പള്ളിയിൽ വരികയും ഞങ്ങളുമായിട്ടെല്ലാം വളരെ സ്നേഹത്തെ ഇടപെടുകയും ചെയ്യുന്നതാണ്. എൻ്റെ സഹോദരന് വത്തിക്കാനിൽ പോയി പോപ്പ് ഫ്രാൻസിസിനെ നേരിട്ട് കാണുവാനുള്ള അവസരം പോലും പ്രിയപ്പെട്ട പിതാവ് കാരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മളോടൊപ്പം ഇവിടെയുള്ള മറ്റു കുടുംബാംഗങ്ങളോട് കാണാം. അതായത് യഥാർത്ഥത്തിൽ അദ്ദേഹം വത്തിക്കാനിൽ, അതായത് മാർപ്പാപ്പയുടെ യാത്ര ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതലയാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെയുള്ള വത്തിക്കാനിൽ ഉള്ള സേവനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വൈദിക പദവിയായിരുന്നു. പിന്നീട് അദ്ദേഹം മെത്രാപ്പൊലീത്ത പദവിയിലേക്ക് ഉയർത്തിയ ചടങ്ങുകൾ, ആർച്ച് ബിഷപ്പ് പദവിയിലേക്കുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചതാണ്. ഇനിയിപ്പോൾ വൈകിട്ട്, അതായത് വത്തിക്കാൻ സമയം 4 മണിയാണ്, ഇന്ത്യൻ സമയം ഒരു 8:30 ആ സമയത്താണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ, വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ചടങ്ങുകൾ നടക്കുക. ആ സമയത്ത് തന്നെ, അതായത് 21 പേരാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്, അദ്ദേഹം അടക്കം. ആ ചടങ്ങുകൾ അവിടെ നടക്കും. ഇന്ത്യൻ പ്രതിനിധി സംഘം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര പ്രതിനിധി സംഘം അവിടെയുണ്ട്. അങ്ങനെയുള്ള ആളുകളൊപ്പം ഇവിടെ നിന്നുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവരുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം സിറോ മലബാർ സഭയുടെ പ്രതിനിധികൾ. സാധാരണഗതിയിൽ മലയാളികളെ എടുക്കുമ്പോൾ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, ബസേലിയൂസ് ക്ലിമീസ് കാതോലിക്ക ബാവ എന്നിവരാണ് കർദിനാൾമാരായിട്ട് ഇപ്പോൾ ഉള്ളത്. സാധാരണ സഭാധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നവർക്കാണ് കർദിനാൾ പദവി വത്തിക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ മാർപ്പാപ്പ അനുവദിക്കാറുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ അതെല്ലാം മാറി. അങ്ങനെ ഒരു അപൂർവത ഈ കാര്യത്തിലുണ്ട്. അതായത് മാർ കൂവക്കാടിന്റെ സ്ഥാനലബ്ധിയിൽ ഇങ്ങനെയൊരു അപൂർവതയുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ സഭാധ്യക്ഷ. ശരി, മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരാണ് ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്നത്.